ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി അജയന്റെ സ്വീകരണ പര്യടനത്തിന് തുടക്കമായി. അഞ്ചൽ പഞ്ചായത്തിലെ വക്കമുക്കിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി നേതാക്കളായ D വിശ്വസേനൻ, VS സതീഷ്, രഞ്ജു സുരേഷ്, ലെനു ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ സ്ഥാനാർത്ഥിക്കൊപ്പം അതാത് വാർഡുകളിലെയും ബ്ലോക്ക് ഡിവിഷനിലെയും സ്ഥാനാർത്ഥികളും സ്വീകരണ പര്യടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 9-ാം തീയതി പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അടക്കം സാവ് രജനി, സാവ് രാജി സുരേഷ്, സാവ് ലത്തീഫ് തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും സ്വീകരണം നൽകണം. സ്വീകരണം ഓടി വന്നേ. രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ച ഇടതു ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ടി അജയൻ പറഞ്ഞു. കാരണം 9.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെയും 1 കോടിയിലധികം വരുന്ന സാധാരണ മനുഷ്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മാത്രമല്ല മത്സരിക്കുന്നത്, ഈ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥികളായി. കാരണം ഈ നാടിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരക്കുകയാണ്. അഞ്ചൽ പഞ്ചായത്തിലെ 20ഓളം സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നാട്ടുവാർത്ത, അഞ്ചൽ.